കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുനോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 32 ലെങ്ത്തും 26 cm ബ്രെഡ്ത്തും വരുന്ന ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് കാർഡ്ബോർഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഇന്നർ ഏരിയ എന്ന് പറയുന്നത് 24 cm ലെങ്ത്തും 18 cm ബ്രെഡ്ത്തുമാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രെയിം ചെയ്യുന്ന പിക്ചറിൻ്റെ സൈസ് 15 cm ബ്രെഡ്ത്തും 21 cm ലെങ്ത്തുമാണ്. നമ്മളിതിന് കൊടുക്കുന്ന ഫ്രെയിം 1.5 cm വീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പിക്ചറിൻ്റെ 4 ഭാഗത്തും ഈ 1.5 cm കൂടെ അധികം വരണം. അതായത് 15 + 3 അതേപോലെ 21 + 3 കൂടി വരും. അപ്പോൾ നമുക്ക് 18/24 വരുന്നൊരു സർഫസാണ് ഉള്ളിൽ വേണ്ടത്. പിന്നെ ഇതിൻ്റെ 4 സൈഡിലും ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് 0.5 1.5 പിന്നെ 0.5 1.5 ഈ ഒരു മെഷർമെൻറ്റിലാണ് 4 ഭാഗത്തും ലൈൻസ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ 4 കോണിലായിട്ട് നമ്മൾ ഈ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്ത ഒരു ഭാഗം ഉണ്ടാവും. അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി ഏതെങ്കിലും ഒരു സൈഡിൻ്റെ 2 ഭാഗത്തും 1.5 cm മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ച് കൊടുക്കാം. നമ്മൾ ഫ്രെയിം 1.5 cm എടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അളവെടുക്കുന്നത്. ഫ്രെയിം മാറ്റുന്നതിനനുസരിച്ച് ഈ മെഷർമെൻറ്റ് മാറ്റണം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഈ 1.5 cm മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ 2 ഭാഗത്തും വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ നമ്മൾ കട്ട് ചെയ്യണം. അതായത് ആദ്യത്തെ 2 കള്ളി മുഴുവനായിട്ട് കട്ട് ചെയ്യാം. പിന്നെ മൂന്നാമത് വരുന്നതിൽ ഒരു ക്രോസ് ആയിട്ട് ലൈന് കൊടുക്കുക. അത് നമ്മൾ ഫ്രെയിമിൻ്റെ 4 ഭാഗത്തും ഒരു ക്രോസ് കട്ട് ഉണ്ടാവില്ല, അത് അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് വരുന്ന ഭാഗം കട്ട് ചെയ്യുക. പിന്നെ സൈഡിനോട് ചേർന്ന് വരുന്ന ഭാഗം കട്ട് ചെയ്യാതെ അവിടെ വെക്കാം. അപ്പോൾ നമ്മൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വരച്ച് വെച്ചിട്ടുള്ള ആ ലൈൻസിലൊക്കെ സ്കെയിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ തിക്നെസ് 0.5 വളരെ ചെറിയൊരു തിക്നെസ് എടുത്തത് കൊണ്ട്, അത് ഫോട്ടോ ഫ്രെയിം ആയതുകൊണ്ട് അങ്ങനെ എടുത്തത്. അപ്പോൾ അത് 0.5 ആയതുകൊണ്ട് നമുക്ക് അവിടെ ഫോൾഡ് ചെയ്യാൻ കുറച്ച് ഇടങ്ങാറായിരിക്കും. അപ്പോൾ നല്ലപോലെ സ്കെയിൽ വെച്ചിട്ട് കുറച്ച് ശ്രദ്ധയോടെ വേണം ഫോൾഡ് ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ തന്നെ 4 സൈഡിലും ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഫോട്ടോ ഇതിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വെക്കുന്ന സമയത്ത് 4 ഭാഗത്തും ഒരേപോലെ 1.5 cm വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഫ്രെയിമിനൊരു ഗ്ലാസ് ഫ്രെയിമിൻ്റെ ഒക്കെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന OCB ഷീറ്റ്. ഇനി അത് വെച്ച് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആദ്യത്തെ നമ്മൾ കട്ട് ചെയ്യാതെ വെച്ചിട്ടുള്ള 2 സൈഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഒട്ടിക്കാം. 2 സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള 2 സൈഡും കൂടി നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കുന്ന നേരം ആദ്യത്തേനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം ഒട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ കാർഡ്ബോർഡ് ഫോട്ടോ ഫ്രെയിം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ.